അടുത്ത ലെറ്ററാ? ഞാൻ പറഞ്ഞ കബഡി ടാസ്ക് നിങ്ങൾ നല്ല പോലെ തന്നെ അറ്റൻഡ് ചെയ്തു. അതിനുള്ള പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നെന്ന് കരുതുന്നു. അത്തരത്തിലുള്ള അടുത്തൊരു ടാസ്ക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നീയേ കൂടുതലൊന്നും പറയണ്ട. നീ എന്താ വിചാരിച്ചേ? നീ ഇങ്ങനെ പൈസ തന്നു കഴിഞ്ഞാൽ ഞങ്ങളടുത്ത ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പട്ടി ചെയ്യും. ഇനി കാണിച്ചു തരാം ഇവിടെ ആരാ ഈ പരിപാടി ചെയ്യാൻ പോകുന്നത്. കാണണമല്ലോ. എന്തോ നമ്മൾ എറിഞ്ഞത്? അതോ? അതെ അമ്മാവാ, അവിടെ കാക്കകൾ ഭയങ്കര ശല്യം ചെയ്യണം. അപ്പൊ ഞാൻ എറിഞ്ഞു കളഞ്ഞതാ. മോളെ, കാക്കയെന്ന് എറിഞ്ഞൂടാ. അതെന്താ, ദോഷം വല്ലതും ഉണ്ടോ? ദോഷമല്ല, കാക്കയ്ക്ക് ദേഷ്യം വരും. നമ്മൾ പുറത്തിറങ്ങണം നോക്കിയിരിക്കും. നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ പോകുമ്പോഴേ ഓടി വന്ന് പറന്ന് വന്നിട്ട് തലയിൽ ടിങ് ടിങ് എന്ന് കൊട്ടിത്തരും. എന്നിട്ട് തലയിൽ കാഷ്ടിച്ച് തരും. അമ്മാവന് നല്ല അനുഭവം ഉണ്ടെന്ന് തോന്നണല്ലേ? പിന്നെ പണ്ടൊരു കാക്ക സ്ഥിരം വന്ന് ടങ് ടങ് എന്ന് കൊട്ടുമായിരുന്നു. ഞാൻ എവിടെ പോയാലും ബാക്കിൽ നിന്ന് പറന്ന് വന്ന് കൊട്ടും. പിന്നെ ഒരു ദിവസം ഞാൻ ഒരു പണി കൊടുത്തു. പിന്നെ അതിനുശേഷം അത് ആ ഏരിയയിൽ വന്നിട്ടില്ല. പണി എന്താന്ന് പറ. അതെ, ഞാൻ ഒരു ദിവസം പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ വെളിയിറങ്ങിയ വെളിയിൽ നോക്കിയപ്പോഴും ഒരു വലിയൊരു മരം ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ എന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊട്ടാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ അകത്ത് കയറിയിട്ട് ഈ ഇരുമ്പ് അപ്പച്ചട്ടി ഉണ്ടല്ലോ, അതിനെടുത്ത് പതുക്കെ ഇങ്ങനെ തലയിക്കാൻ പറ്റി. അത് കറുത്ത കളറ്. എന്നിട്ട് പതുക്കെ അങ്ങനെ വെളിയിലിട്ട് ഇറങ്ങിയത് ഈ കാക്ക പറന്ന് വന്ന് ടൊയ് എന്നൊരു കൊത്ത്. ഈ ടൊയ് എന്നൊരു സൗണ്ടിന്റെ കൂടെ അയ്യോ എൻ്റെ ചുണ്ട് പോയി എന്നൊരു സൗണ്ടും കൂടെ അങ്ങ് കേട്ടു. എന്നിട്ട് അതങ്ങ് പറന്ന് വെക്കണം. പിന്നെ ആ ഏരിയയിൽ വന്നിട്ടില്ല. അത് ശരിയാ. എന്താ കാക്ക പറഞ്ഞത്? അയ്യോ എൻ്റെ ചുണ്ട് പോയെന്നോ? കാക്ക ഏത് സ്കൂളിൽ ഈ മലയാളം പഠിച്ചത്? അതങ്ങനല്ല, അത് കരഞ്ഞപ്പോഴ്. മതി ഇനി കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യേണ്ട അതിനകത്ത്. എനിക്ക് മനസ്സിലായി. അമ്മാവനിപ്പോ എങ്ങോട്ടേക്കായിരുന്നു ഇറങ്ങിയത്? അല്ല, ഞാൻ മോളെ കാണാൻ വേണ്ടി തന്നെ വന്നേ. എന്നെ കാണാനാ? കാര്യം എന്താ? ഒരു കാര്യം പറയാം. ബാ, ഇവിടെ സീരിയസ് മാറ്റർ ആണല്ലോ. സീരിയസ് മാറ്റർ ഒന്നല്ല, എന്നാലും സീരിയസ് അല്ലാത്ത മാറ്റർ അല്ല. അതെ, നമ്മളെ ശ്യാമില്ലേ ഇവിടെ വന്നിട്ട് ശ്യാം പറഞ്ഞു അവന്തി മോളെ വീട്ടുകാരും ശ്യാമിൻ്റെ വീട്ടുകാരും ചേർന്നിട്ട് ശ്യാമിൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ തന്നെ നിശ്ചയം ഉണ്ടാവുമെന്ന്. സംഭവം നല്ല കാര്യമാണ്. പക്ഷേ അത് ഉള്ളത് തന്നെയെന്ന് മോള് അവന്തി മോളുടെ അമ്മയെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം. അതല്ല, കാര്യം എന്തെന്നറിയാമോ? ഇവിടെ വന്ന് ഇവളെ കാണാൻ വേണ്ടി കള്ളം പറയണതാണെങ്കിലാ. എന്നാലും ഇതൊക്കെ അമ്മാവൻ അങ്ങ് ചോദിക്കുന്നതല്ലേ നല്ലത്. അത് ശരിയാവില്ല മോളെ. ഞാൻ വിളിച്ച് ചോദിച്ചാലേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടൂല. അങ്ങനെയാണോ? പിന്നെ ഞാൻ ചോദിക്കാം. ചോദിച്ച് പറയണം. അല്ല, നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ. പറ്റിക്കപ്പെടാനൊന്നും പാടില്ല. പക്ഷെ നല്ല ചെറുക്കനല്ലേ അമ്മാവ. ആണ്. കള്ളം പറയൂ. നിശ്ചയം ഉറപ്പിച്ചാ വന്നോട്ടെ, കണ്ടോട്ടെ, അത് കുഴപ്പമില്ല. അതല്ലേ എന്നാലും അവരെന്ത് മാച്ചല്ലേ. അടിപൊളി. പെട്ടെന്ന് നടക്കട്ടെ. മോളായിരുന്ന അമ്മാവാ. ഓ, അമ്മാവന്റെ ബ്രാൻഡ് ഏതാ? ബ്രാൻഡാ? എന്തോന്ന് ബ്രാൻഡ്? അമ്മാവൻ ബീർ അടിക്കൂലേ? പണ്ട് കുടിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം കുടിക്കൂല. നിർത്തിയോ? ഈ ഇടയ്ക്കൊക്കെ 2 ബീറൊക്കെ അടിക്കുന്നത് നല്ലതാ അമ്മാവാ. ഞാൻ എന്തായാലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാ. അമ്മാവൻ ഞാനൊരു ബീർ വാങ്ങിക്കും. അമ്മാവൻ കുടിക്കണം. മോള് വാങ്ങിച്ചോണ്ടോ? നമുക്ക് നോക്കാം. ഓക്കെ, ഡീൽ. ഓക്കെ. ഓരോ പെൺപിള്ളേരെ ഒന്ന് കൊഞ്ചി കൊഴിഞ്ഞ് ഓരോന്ന് വാങ്ങിച്ചിറന്നിടത്ത് കിടന്ന് കുടിക്കാന്നാണ്ടല്ലോ അമ്മാവനൊരു സ്വഭാവം അറിയാലോ. അല്ല മോളെ, ആ കൊച്ചു വാങ്ങിച്ചോണ്ട് വരുമ്പം കുടിച്ചില്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോവില്ലേ? ആണോ? വേസ്റ്റ് ആയി പോണൊക്കെ ആ കൊച്ചു നോക്കിക്കോളൂ. അമ്മാവൻ അറിയാലോ കൊളസ്ട്രോൾ ഏതുവരെ എത്തിയെന്നുള്ളത്. അറിയാലോ. അവനവന്റെ അസുഖം നോക്കി അങ്ങ് നിന്നാ മതി. എനിക്കറിയാം കാര്യങ്ങൾ. ഇവിടെ നോക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ. ആണോ?
കുടിക്കാൻ തുടങ്ങി. ഇനി മേല മദ്യപിച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ. നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇല്ല. ഓ, എന്ത് ഭാഗ്യമാടി. എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം. നല്ല സുഖം തന്നെ, സുഖ ജീവിതം. അതെ, ഈ ഹോസ്പിറ്റൽ ജോലി എന്ന് പറഞ്ഞ അത്ര സുഖമുള്ള ജോലിയൊന്നുമല്ല കേട്ടോ. എന്തായാലും നീ ഹോസ്പിറ്റലിനകത്ത് തന്നെ ഇരിക്കുന്നതല്ലേ. ഞാൻ വെയിൽ കൊണ്ടിട്ടാണ് ജോലി ചെയ്യുന്നത്, അതറിയോ? ഹോസ്പിറ്റലിനകത്താണെങ്കിലും ഒരു നേരം പോലും ഇരിക്കാൻ പറ്റാത്ത ജോലിയാണ് എന്റെ ജോലി. നീ വേണമെങ്കിൽ ഒരു ദിവസം ചെയ്ത് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. എന്തായാലേ ഒരു ഡയറ്റീഷ്യന്റെ ജോലി എന്താന്നൊക്കെ നമുക്കറിയാടേ. എന്റെ പൊന്നിട്ടീന, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നിന്റെ ജോലി ഭയങ്കര പാടാണ്, എന്റെ ജോലി ഭയങ്കര ഈസിയാണ്. തീർന്നില്ലേ പ്രശ്നം? ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, പോരെ? എന്തിനാ മോളെ എപ്പോഴും മിണ്ടിയ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ആ, മിണ്ടിയലാണ് വഴക്കുണ്ടാകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? മിണ്ടാതിരിക്കണം. ഓക്കെ, മിണ്ടലിനി എന്നോടെ. ഞാൻ ഇനി മിണ്ടുന്നില്ല. ആ, അതാ നല്ലത്. എന്റെ ദൈവമേ, എന്താ നീ എന്തിനാ എന്നെ വന്നെങ്കിലും മുട്ടി ഒരുമി ഇരിക്കുന്നേന്ന്? നിന്റെ വായിലെന്താ കുഴക്കട്ടെ? വാ തുറന്ന് പറ അങ്ങോട്ട്. നീയല്ലേ പറഞ്ഞ എന്നോട് ഇനി മിണ്ടണ്ടാന്ന്? ഞാൻ മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു സാധനം എന്തോ ഐറ്റമാണോ ഇത്? വൈകിട്ട് എന്താ പരിപാടി? ഒന്നുമില്ല. എടി പെണ്ണെ, നിന്റെ അടുത്തായിട്ട് പറഞ്ഞ മദ്യം കൊണ്ട് ഈ റൂമിൽ കയറി വരാൻ അറിയപ്പെടുന്ന ശൂലമേ. ശൂലമോ? അതെന്താ? ഈ റൂമിന് അറിയിപ്പോ എത്ര തന്നെ അറിയപ്പെടി. നിന്റെ മാത്രം റൂമല്ലേ ഇത്? ടീനയും കൂടെ റൂമാണ്. കൂടാനോ? നീ ചുമ്മാ വഴക്കുണ്ടാക്കാൻ നിക്കില്ല കേട്ടല്ലോ. ഞാനാണ് വഴക്കുണ്ടാക്കുക, നീയല്ലേ? നീ പറഞ്ഞോ, എന്താ പരിപാടി? പിന്നെ ആ സ്ട്രേഞ്ചറിന്റെ മെസ്സേജ് വല്ലതും വന്നാ? ഇല്ല. ഇതുപോലെ ചിക്കിൽ കിട്ടുന്ന പരിപാടിയാണെങ്കിൽ നമുക്ക് വീണ്ടും പിടിക്കായിരുന്നു. ഞാനത് ആലോചിച്ചോണ്ടിരുന്നു. എനിക്ക് കുറച്ച് കാശിന് ആവശ്യം ഉണ്ടായിരുന്നേ. അയാളേ നല്ല കാശുകാരനാണെന്ന് എനിക്ക് തോന്നണത്. ആ, ഇല്ലെങ്കിൽ നമുക്ക് കാശ് തരത്തില്ല. നീ വിചാരിച്ച അയാളുടെ ഡീറ്റെയിൽസ് നോക്കാം, പിന്നെ നമുക്ക് ആവശ്യം പോലെ അയാളുടെ നിന്ന് കാശ് കൂറ്റാലോ. നോക്കാം. അതെ, രണ്ടുപേർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്ത് പോയി സംസാരിക്കണം, അല്ലാതെ എന്നെ കേൾപ്പിക്കണം ഒന്നും പറഞ്ഞോണ്ടിരിക്കില്ല കേട്ടല്ലോ. നിന്നെ കേൾപ്പിക്കാനാണ് നിങ്ങൾ ഇത്രയും നേരത്തൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിനക്ക് പറ്റില്ലെങ്കിൽ നീ പുറത്തേക്ക് പോകണം. ആ, ബാക്കി പറയടി. എന്നല്ലേ നീ ഓളും കൂടെ വെള്ളം ഒഴിക്കുന്നല്ലേ? അമ്മ കൊടുക്കാം. പെണ്ണ് കോളാക്കുമല്ലോ. ഒരു കോവത്തൈ കൊണ്ട് വെച്ചിട്ട് 6 മാസമായി. അതിപ്പോഴാണൊന്ന് പൊടിച്ചു പറഞ്ഞത്. ഓരോടെ സ്ഥലത്താണെങ്കിൽ അത് കാച്ചു തുടങ്ങി. ഓ, എന്തോന്ന് മോളെ? അമ്മാവാ, ഈ വീട് നടക്കുന്ന വല്ല കാര്യങ്ങൾ അമ്മാവൻ അറിയുന്നുണ്ടോ? എന്തോന്ന് കാര്യം? അല്ല, അമ്മാവൻ ഈ വീട് എന്താണ് ആൾക്കാർക്ക് താമസിക്കാൻ കൊടുത്തേക്കുവാണോ അതോ ബാർ സെറ്റപ്പിന് കൊടുത്തേക്കുവാണോ? അതെന്ത് മോളെ അങ്ങനെ പറയണേ? അമ്മാവാ, ടീനയും സേഫിയും കൂടെ വെള്ളം അടിക്കാൻ പ്ലാൻ ചെയ്യുവാ. ആ, അവള് മദ്യക്കാൻ റൂമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എത്തിയാ? അത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇളിക്കുന്നല്ല, ദേഷ്യത്തിന് ചോദിച്ചോ. എത്തിയാ അവള്? എത്തി. ചോദിച്ചിട്ട് അങ്ങനെ അടിക്കുക പിടിക്കുക വഴക്ക് പറയാം. അവള് എന്ത് വിചാരിച്ചിട്ടാണ്? ഞാൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ എന്റെ അടുത്ത് ചോദിച്ചാ പോലെ അവരെടുത്ത് പോയി ചോദിക്കാൻ. ചോദിക്കും, ഞാൻ ചോദിച്ചിരിക്കും. ചോദിച്ചിരിക്കും ഞാൻ. രണ്ടെണ്ണം കൊടുക്കണം കേട്ടോ. കൊടുക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അവളുടെ മക്കൾ രണ്ടെണ്ണം കിട്ടിയത്. എന്തോന്ന് മോളെ? വാഴയുടെ വള്ളി കണ്ടിട്ട് പാമ്പന്ന് പേടിച്ചു പോയി. അയ്യോ, ഇവിടെ പാമ്പൊന്നുമില്ല, പിന്നെ മരപ്പട്ടി വല്ലതും കാണാം. അത് സൂക്ഷിച്ചോ. ഞാൻ പോണേ. അല്ല, ഞാൻ കാണാൻ വേണ്ടി വന്നു. അല്ല, മറ്റേ എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. പേടിച്ചു പോയാ? ഇപ്പൊ അമ്മ കണ്ടാണെങ്കിൽ എല്ലാം കിട്ടിയാനെ. അല്ല, അത് പിന്നെ ഞാൻ ഇന്നലെ റൊമാൻറ്റിക് പടം കണ്ടേ, അപ്പൊ അതുകൊണ്ട് പോകുന്നു ഇതേപോലെ ചെയ്യാന്ന്. സിനിമയിൽ കാണുന്നതൊക്കെ ശ്യാം ചെയ്യുവോ? അങ്ങനെ പിന്നെ ഞാൻ മറ്റേ എൻഗേജ്മെന്റ് കാര്യം ചോദിക്കാൻ വേണ്ടി. അതെന്തായി? അത് ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം. നാളെ പറയാന്നാ? അല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇത്രയും ഡിലേ ആക്കി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഇതായിപ്പോ. അപ്പം എന്താണെന്ന് വെച്ചാൽ ഉടനെ അങ്ങ് പറഞ്ഞ ഞാൻ പറയാം ശ്യാമേ. ഉറപ്പാണ്? ആ, ഉറപ്പാ. അല്ല, അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടേ. എന്ത് പരിപാടി? അല്ല, നമുക്ക് ഒരു കുറച്ച് റൊമാൻസ് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. റൊമാൻറ്റിക് വീഡിയോ ഫോട്ടോസ് എന്ന് വെച്ചാ? അല്ല, ഈ ഞാൻ നിന്നെ എടുത്ത് പൊക്കുന്നതും എടുത്ത് കറക്കുന്നതും നീ എനിക്ക് കിസ് തരുന്നതൊക്കെ. ആണോ? ആ,
എന്നാ പിന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കൂടെ ഷൂട്ട് ചെയ്താലോ? അവക്ക് മോശമില്ല. ഞങ്ങൾ എന്തെങ്കിലും വിളിച്ച് ഞാൻ പറയും കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ ടോക്കൊന്നും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് ശ്യാമേ. അങ്ങനത്തെ ടോക്കല്ലേ ഇതിപ്പോ എല്ലാരും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുമ്പോ കാണാറില്ലേ? എല്ലാരും ചെയ്യുന്ന പോലെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ശ്യാം ചെയ്യുവോ? ഇല്ലല്ലോ. ശ്യാം പോയേ, ഞാൻ അതൊക്കെ പിന്നെ ആലോചിച്ചിട്ടൊക്കെ പറയാം. അല്ല അപ്പൊ ഇന്ന് രാത്രി ആലോചിച്ചിട്ടൊന്ന് വിളിച്ച് പറയാൻ പറ്റും? ശ്യാമേ പോവാൻ പറഞ്ഞു. പോ ശ്യാമേ. അപ്പൊ മറക്കല്ലേ. ശ്യാമിന്റെ ഒരു കാര്യം. ആ മക്കളെ നിങ്ങൾ തുടങ്ങിയാ? അമ്മാവന് എവിടെയായിരുന്നു? അതെ, ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോയി. എനിക്ക് അടിക്കണേന് മുമ്പ് ഒന്ന് കുളിക്കണം, അതൊരു ശീലമാണ്. എത്ര നേരമായിട്ട് മനുഷ്യൻ കാത്തിരിക്കണം. അമ്മാവൻ ഞാനൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നു. ആണാ? ആഹാ, കൊള്ളാല്ല. അതെ മക്കളെ, നിങ്ങൾ ഈ ബിയർ മാത്രമേ കുടിക്കാവൂ കേട്ടാ, അല്ലെങ്കിൽ കൂമ്പ് വാടിപ്പോവും. അപ്പൊ അങ്കിളിന്റെ കൂമ്പ് പാടത്തില്ലേ? അങ്കിളിന്റെ കൂമ്പൊക്കെ എപ്പോഴാ വാടി മക്കളെ, ഇനി വാടാവൊന്നുമില്ല. കഷ്ടം അല്ലേ? വെള്ളമില്ലേ? അതൊക്കെ സെറ്റല്ലേ? ആണോ? വെള്ളത്തിന് മതിയോ? ഓ, വെള്ളത്തിന് മതി. Cheers, cheers. പിന്നെ ഒരു കാര്യം, ഞാൻ ഇവിടെ വന്ന് കുടിച്ചെന്നുള്ള കാര്യം അവർ രണ്ടുപേരും അറിയല്ല കേട്ടാ. അമ്മാവനെന്തിനാ പേടിക്കുന്നത്? പേടിക്കണം, അവരെ രണ്ടുപേരെയും പേടിക്കണം. ഇപ്പം കുഴപ്പമില്ല കേട്ടാ, ചെറുതായിട്ടൊരു ഒരെണ്ണോട് അടിക്കി. അടിക്കടിക്ക്. അതാണ് ശീലം. ആദ്യം കുഴപ്പമില്ലായിരുന്നല്ലോ. ആദ്യം കുറച്ച് കഷ്ടമായിരിക്കും, പിന്നെ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ വാടി പോകുമ്പോ ഒന്നുകൂടെ വാടും. അതിന്റെ ടേസ്റ്റ് പോവും. പുളിയാ? പറയല്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. എൻജോയ്. പാവ അമ്മാവൻ. എവിടെ പോയത്? ഞാൻ അവരെ വഴക്ക് പറയാൻ വേണ്ടി പോയത്. എന്നിട്ട് എത്ര പേർക്ക് കഴിച്ചു? 2. ഞാൻ കഴിച്ചില്ല. കൊള്ളക്കളവ കൂതറ അമ്മാവാ. അവളുമാരെ വഴക്ക് പറയുന്നില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവളുമായിട്ട് വഴക്ക് പറഞ്ഞതുമില്ല. അവളുമാരെ മദ്യം കുടിച്ചിട്ട് വന്നേക്കുന്നോ? നാണല്ലോ അമ്മാവന്. കുടിയേരമ്മാവാ, ഇനി മേലെ മിണ്ടി പോകരുത്. മക്കളെ, ഞാൻ അത്രയൊന്നും കുടിച്ചില്ല, ഞാൻ പിറ്റൊന്നും ആയില്ല. മിണ്ടരുതെന്നാ പറഞ്ഞത്. കുടിയാ കുടിയാ. എന്തായാലും പരിദോഷമായി. വീണ്ടും വഴക്കും പ്രശ്നവും ഒക്കെ വരും. ആരാ വിളിച്ചത്? അവന്റെ മോളെ അണ്ണാ ഒരു കുട എങ്ങനത്തെ അണ്ണാ? മഴ വരും, ഭയങ്കര മഴക്കോളൂ, കുടയെട്. വൈകുന്നേരം നേരത്തെ വന്നെ. അമ്മാവാ, അമ്മാവാ, അണ്ണാ എണീര്. അമ്മാവാ. എടാ, നീ എന്തെങ്കിലും ചെയ്ത അമ്മാവന്? ഞാൻ തോന്നി, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എടി, ഇത് ഇന്നലെ കുടിച്ച് ഫിറ്റായി അടിച്ച് നോക്ക്, അതിന്റെ കെട്ട് മാറാതെ കിടന്ന് ഉറങ്ങുന്നതാ.
ഇങ്ങ് നോക്കിയേ, ഇന്നലെ അടിച്ച് കൂത്താടിട്ട് ഇവിടെയാണ് കിടന്നുറങ്ങിയത്. അല്ല മോളെ, അതല്ല, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോഴേ ഭൂമിക്കടിയിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട്, ആരോ വിളിക്കും പോലെ. ഭൂമിക്കടിയില്ലേ ഒരു സൗണ്ട് കേട്ട് കണ്ടിവിടെ. അത് ഈ വട്ടമ്മാവന്റെ കാര്യം ഇങ്ങനെ അടിച്ച വിറ്റ ഇങ്ങനെ പലതും തോന്നും. ഒന്നാമത് ആൾക്കാർ മണ്ടന്മാരെന്ന് പറഞ്ഞിരിക്കും. അതിനിടയ്ക്ക് ചുമ തെളിയിക്കാൻ നിൽക്കല്ലേ കേട്ടല്ലോ. അവന്തി എന്തോ ആയിക്കോട്ടെ, പലതവണ പറഞ്ഞിട്ടുണ്ട് അമ്മാനെ വട്ടം പൊട്ടണമെന്ന് വിളിക്കരുതെന്ന്. പിന്നെ ഇങ്ങനെ വട്ടത്തിലെ പറഞ്ഞ അമ്മ ഞാൻ പിന്നെ എന്തിനു വിളിക്കണേ? മക്കളെ, നിങ്ങൾ എങ്ങനെ വഴക്കൂടല്ല. സത്യമായിട്ടും ഈ ഭൂമിക്കടിയിൽ നിന്ന് ആരോ വിളിക്കും പോലെ സൗണ്ട് കേട്ടു. ഭൂമിക്കടി ആര് വിളിക്കാൻ അമ്മാവാ? ഭൂമിദേവി ചിലപ്പോ വിളിച്ചായിരിക്കും. ഒട്ടത്തരം പറയാ, കയറി പോണ തലയിൽ വെള്ളം വെള്ളം കോഴി അല്ലെ വല്ല മഴയത്ത് പിടിച്ചെടുത്തു. അത് തന്നെ ശരിയാ പറഞ്ഞത്. ഒട്ടൻ കേക്കണ്ട് കേക്കണ്ട്. ഭൂമിക്കടിയിൽ സൗണ്ട് കേട്ടു. അതല്ല മിണ്ടല്ലേ മിണ്ടല്ലേ അമ്മ മിണ്ടല്ലേ. അവിടെ നിൽക്കുന്ന കിണറ്റിന്റെ ഉള്ളിൽ നിന്ന്, കിണറ്റിന്റെ ഉള്ളിൽ നിന്ന്. എടി ഇങ്ങ് വന്നെടി. ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക്. എടാ ശ്രദ്ധിച്ചോക്കടാ. കേട്ടാ, ഉണ്ട് 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 ഉണ്ട്. ആരാണ് ഇതിനകത്തിരിക്കുന്നത്? തുറന്നു നോക്കടാ. എടാ സൂക്ഷിച്ചേ. അമ്മേ പിടിയണ്ടാവുന്നു. നിങ്ങളെന്താ അതിനകത്ത്? കൈ കൊടുക്ക്. ഇതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഇങ്ങോട്ട്. എന്റെ നീ എന്തിനാ അതിനകത്ത് ഇറങ്ങിയത്? ഞാൻ മാത്രമല്ല, പിന്നെ ഒരുത്തം കൂടെ ഉണ്ട് അവിടെ. എടാ, അവനെ പിടിയടാ, പിടിച്ച് കേട്ടോ ഇങ്ങോട്ട്. വിളിക്കാൻ അയ്യോ അയ്യോ കിണറ്റിനകത്ത് ഇറങ്ങി കിണറ്റ് ഇവിടെ കിടന്ന് കേൾക്കാന്ന് വിളിക്കണ. നീ എന്താ എന്റെ കിണറ്റിൽ ഇറങ്ങിയത്? ഇങ്ങനെ പഴം മെനിക്കുന്ന നിൽക്കാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ കേന്ദ്രത്തിൽ എന്താ കാര്യം എന്ന് പറ. എന്താ അല്ല നിങ്ങള് ഇന്നലെ ഞാൻ ഇതുവഴി പോയപ്പോ അവിടെ ഒരു ലെറ്റർ നടന്നു, ഒരു കത്ത്. ഞാൻ നോക്കിയപ്പോ ഇവിടത്തെ കിണറിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന് എഴുതിയിരുന്നു. അപ്പൊ ഞാൻ അതിനകത്ത് ഇറങ്ങി. അത് കുറ്റോ? ഞാൻ ഇറങ്ങിയത് പോട്ടെ, ഇറങ്ങി പറഞ്ഞേ ഇതാരും കൂടെ അതിൻ്റെ കൂടെ ഇറങ്ങി വന്നു. അതൊക്കെ പോട്ട്, നിങ്ങൾ എന്തിനാ വലിഞ്ഞാടി ഇറങ്ങിയത്? അതായത് ഞാൻ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇതുവഴി പോയ സമയത്ത് ഇയാൾ സംശയാസ്പദമായിട്ട് ഇതുവഴി വരുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഇവൻ നടന്ന് പരിങ്ങി ഇതിനകത്തോട്ട് പതുക്കെ അങ്ങ് ഇറങ്ങി. അതെന്താണെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും കൂടെ അങ്ങ് ഇറങ്ങി. ആ സമയത്താണ് ഈ ജയം വന്ന് ഇത് കൂട്ടി അടച്ചിട്ട് പോയത്. അത് പിന്നെ ഇപ്പോഴെങ്കിലും നിന്നെയൊക്കെ കണ്ടുപിടിച്ച് നന്നായി, അല്ലെങ്കിൽ നമ്മളെ വെള്ളം കൂടി മുട്ടിച്ചാ നീയൊക്കെ. അപ്പൊ എന്നാ നമുക്ക് കിണറൊന്ന് ഇറച്ചി നോക്കിയല്ല, അല്ല മൊത്തം ഒന്ന് വെള്ളം വറ്റി ചിലപ്പോ അത് സ്വർണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, കത്ത് കിടന്നല്ലേ. സ്വർണം ചിലപ്പോ കിട്ടണമെങ്കിൽ സ്വർണ്ണം കിട്ടണമെങ്കിൽ ഞാൻ എടുത്തോളാം, നീ നിന്റെ ജോലിയൊക്കെ പോ. അണ്ണാ ഒന്ന് നോക്കിയാ. എന്റെ വീട്ടിലെ കിണർ എങ്ങനെ ഇറക്കണമെന്ന് എനിക്കറിയാം, നീ പോ. നീ പോ പിടിച്ചല്ലേ എന്നെ മാത്രല്ല പോലീസ് കിടക്കണം. അവൻ കള്ളനാണ്, പോലീസ് കള്ളൻ. സാറേ, സാറിന് പ്രത്യേകം പറയണോ? സാർ എന്തിനാണോ അവിടെ നിൽക്കുന്നത്? പേഴ്സ് അതിനകത്ത് പേഴ്സ് നാണമില്ലേ സാറേ ഇങ്ങനെ കണ്ടവന്റെ വീട്ടിലെ കിണറിലൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ? പോയിട്ടു. അയ്യേ, ഹലോ, എന്ത് പോകുന്നില്ലേ? എന്തിവിടെ കുട കിട്ടിയായിരുന്നു പോരാ. കൊടേ? അതിന് മഴയൊന്നും ഇല്ലല്ലോ. മഴയില്ലല്ലേ? പോ, വയ്ക്കോ വയ്ക്കോ. എവിടെ പോവാൻ നിൽക്കല്ലേ? ഞാൻ പോവാണ്. പോയി ഞെ. നീ എനിക്ക് പ്രത്യേകിച്ച് നീ നിന്നോ.